ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുപോലത്തെ പാർട്ടി വെയർ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ മെറ്റീരിയൽ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട്. മുകൾ വശത്ത് ഞാൻ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു കേട്ടോ. അതിന് ശേഷം നമ്മുടെ കഴുത്തകലം ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ 3 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ താഴത്തേക്ക് ഒരു ആം ഹോൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തു. ഏകദേശം ഇതൊരു 4 വയസ്സുള്ള കുട്ടിയുടെ ഒരു മെഷർമെൻറ്റിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത് 5.5 ഇഞ്ചാണ്. ചെസ്റ്റ് അളവ് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ തയ്യൽ തുമ്പിന് 2 ഇഞ്ച് എക്സ്ട്രാ വേണം. ആ 2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ബോഡീൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 9 ഇഞ്ചാണ്. ആ 9 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ചെസ്റ്റിൻ്റെ അതേ അളവ് തന്നെയാണ് ഞാൻ വേസ്റ്റിൻ്റെ അടുത്തും എടുക്കുന്നത്. അവിടെ വ്യത്യാസമോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അതേ അളവ് തന്നെ എടുത്തിട്ട് നമുക്ക് സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് ഇതേ അളവ് കട്ട് ചെയ്തെടുക്കാം. നെക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല, പിന്നീടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നെക്കിൻ്റെ ഫ്രണ്ടിലത്തെ നെക്കിൻ്റെ ഇറക്കം 3.5 എടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കിൻ്റെ ഇറക്കം 2.5 എടുത്തിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ സിബും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെക്കിൻ്റെ കട്ട് ചെയ്യുന്ന വേറെ വീഡിയോ കാണിക്കുന്നില്ല, ഒരുപാട് ലെങ്ത് ആവുന്നതുകൊണ്ട്. അപ്പോൾ ഇത്രയാണ് നെക്കിൻ്റെ കാര്യങ്ങൾ വരുന്നത്. നമുക്ക് ഇതുപോലെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് താഴ്വശത്തേക്കുള്ള നോക്കാം. ഞാനിവിടെ ലൈനിങ് മടക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 16.5 ഇഞ്ചോളം എടുക്കുന്നുണ്ട്. നമുക്കൊരു 15 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. ഒരു 1.5 ഇഞ്ചിന് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മെയിൻ ക്ലോത്തായ നെറ്റും ഇതേ അളവ് തന്നെയാണ് എടുത്തത്. ഇതിപ്പോൾ എൻ്റെ അടിയത്തെ ക്രേപ്പിൻ്റെ ലൈനിങ്ങാണ്. പിന്നെ അതിൻ്റെ താഴത്തെ ഒരു കോട്ടൻ്റെ ലൈനിങ് വെക്കുന്നുണ്ട്. അതും സെയിം അളവ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. തയ്യൽ തുമ്പിന് എല്ലാം കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. ഇവിടെ ഫ്രണ്ടിനൊക്കെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് വശം ഫിനിഷ് ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആം ഹോൾ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. ആം ഹോൾ അടിക്കാം, അതുപോലെ കഴുത്തടിക്കാം, ഇപ്പുറത്തെ ആം ഹോൾ അടിക്കാം. ഷോൾഡർ ആ വരുന്നിടത്ത് നമ്മൾ ജോയിൻ ചെയ്ത് വിടാം. നമ്മൾ അവിടെ ഷോൾഡർ നമുക്ക് ജോയിൻ ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്താൽ നമുക്കിനെ ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേ കൂടി ബാക്ക് വശത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നത്. ഇപ്പം അടിക്കുമ്പോൾ ഷോൾഡറിന് തടിക്കാൻ പാടില്ല. 2 ആം ഹോളും പിന്നെ കഴുത്ത് മാത്രം അടിച്ചു കൊടുത്താൽ മതി. സ്റ്റിച്ചിൽ കൊള്ളാത്തതും കട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നല്ല വശം നേരെയാക്കിയിട്ട് നല്ല വശത്ത് കൂടി ഒന്ന് അടിച്ചു കൊടുക്കുക. അതുപോലെ ആം ഹോളിൻ്റെ അവിടെ അടിച്ചു കൊടുക്കാം. ബാക്ക് വശത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇൻവിസിബിൾ സിബ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ഇത് നല്ല മെയിൻ ക്ലോത്തിൽ നമുക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ലൈനിങ് വെക്കുന്നത്. നമ്മുടെ സിബ് ഇപ്പോൾ നേരെ വെക്കുമ്പോൾ ഇങ്ങനെയല്ലേ ഉണ്ടാവുന്നത്. ആ സിബ് നമ്മുടെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ ഒരു പല്ല് വരുന്നത് അത് ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വരുന്ന രീതിക്ക് വെച്ചിട്ടാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. ആദ്യം എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ചൊരു ഗം ഉണ്ടാവില്ലേ നമ്മുടെ സിബ്, നമുക്ക് കുറച്ച് അധികം ബാലൻസ് മീത്ത തുണിയപ്പം സിബിൻ്റെ ഉണ്ടാവും. ആ ഗം വരുന്നൊരു മീത്തിലേക്ക് ആ ഗം കറക്റ്റ് നമ്മുടെ ഈ നെക്കിൻ്റെ അടുത്ത് വരുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്ക് സൈഡിലേ ഒന്ന് ജസ്റ്റ് ഒന്ന് മെറ്റീരിയലായിട്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അത് അവിടെ നിന്ന് അനങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുന്നത്. താഴ്വരെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അതിന് ശേഷം ഈ സിബിൻ്റെ പല്ല് വരുന്നില്ല, പല്ലിൻ്റെ അറ്റത്തെ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഫൂട്ട് മാറ്റിയിട്ട് 1 സൈഡ് ഫൂട്ട് ഇട്ടിട്ട് ചെയ്ത് കൊടുക്കാം. പക്ഷേ എനിക്ക് അതിനേക്കാളും എളുപ്പം ഇതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ 2 ഫൂട്ടിൻ്റെ നടുക്ക് ആ പല്ല് വരുന്ന രീതിക്ക്, അത് ഈ പല്ലിൻ്റെ 2 നടുവിലേ കൂടിയായിരിക്കും ആ സിബിൻ്റെ പല്ല് വരുന്നത്. അതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. 2 ഫൂട്ടിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടോ, അതിൻ്റെ ഇടയിൽ ഏകദേശം ഈ സിബിൻ്റെ പല്ല് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കറക്റ്റായിട്ട് പല്ലിൻ്റെ അറ്റത്തെ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡും നമുക്ക് ചെയ്തെടുക്കേണ്ടത്. സ്ലോലി ചെയ്തെടുത്താൽ അത്രയും ഫിനിഷിങ്ങിൽ കിട്ടും. ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഈ മറ്റേ സിബിൻ്റെ പല്ലിൻ്റെ മുകളിൽ സൂചി കയറുന്ന പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇത് മെല്ലെ മെല്ലെ ചെയ്ത് നമുക്ക് ചവിട്ടുന്ന മെഷീനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വീലിങ് തിരിച്ച് കൊണ്ടുവന്നാൽ മതി. മോട്ടർ അല്ലെങ്കിൽ കുറച്ച് പതിയെ നമുക്കൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്കിതുപോലെ അടിച്ചെടുക്കാം. ഞാനിവിടെ 2 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് എന്താ വെച്ചാൽ നമുക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് എല്ലാം 2 സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ലേരിങ് വെച്ചിട്ട് അടിക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ആ മുകളിലെ ബാലൻസ്, ആ ഗമ്മിന് മുകളിലായിട്ട് വരുന്ന ഒരു ബാലൻസ് ഇല്ലേ, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയണം. അത് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലേരിങ് വെച്ച് അടിക്കുന്നത്.
രണ്ട് സൈഡിന് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ലൈനിങ് എങ്ങനെയാണ് വെക്കുന്നത് വെച്ചാൽ സാധാരണ വെക്കുന്ന രീതിക്ക്, അതായത് വെച്ചിട്ട് നമ്മുടെ കഴുത്തിൻ്റെ അതിലേക്ക് കൂടി അടിച്ചെടുക്കാം. ഇത് സിബിൻ്റെ എടുത്തിട്ടുമ്പോൾ സിബ് നിവർത്തിയിട്ട് വേണം കേട്ടോ അതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം അതിന് താഴേക്ക് കൂടി, അതായത് സിബ് വെച്ച മെറ്റീരിയലും ഈ ലൈനിങ്ങും താഴേക്ക് കൂടിയിട്ട് നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടാവില്ലേ, അതിലേക്ക് കൂടി ചെയ്യുന്നെങ്കിൽ അതിലേക്ക് കൂടി ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പല്ലിൻ്റെ അറ്റത്തേക്ക് കൂടി സ്റ്റിച്ച് ചെയ്തില്ലേ അതിലേക്ക് കൂടി ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്ക് ഏകദേശം ഇങ്ങനെ നമുക്ക് സിബിൻ്റെ പല്ലിങ്ങനെ കൈ കൊണ്ട് ടച്ച് ആകുമ്പോൾ മനസ്സിലാവുമല്ലോ, അതിൻ്റെ അറ്റത്തേക്ക് കൂടി തന്നെ അങ്ങനെ സ്ഥലത്തോളം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കാം. ഈ സൈഡ്, അതായത് നെക്ക് മുതൽ താഴത്തേക്ക് ഇൻവിസിബിൾ സിബിന് താഴ്വശം വരെ ചെയ്തതിന് ശേഷം ആ ആം ഹോൾ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ആം ഹോളും ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഷോൾഡർ ജോയിൻ ആക്കുന്നത്. അതിന് ശേഷം നമുക്ക് ബാക്കി വള്ളിയൊക്കെ വെച്ചിട്ട് ബോഡിയൊക്കെ അടിച്ചെടുക്കുന്നുണ്ട്. ബോഡി പാർട്ട് മൊത്തം ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നെറ്റിൽ നമുക്ക് ഒരു സൈഡ് ലോങ് സ്റ്റിച്ച് കൊടുക്കാം. ഒരു അരയിഞ്ച് വിട്ടിട്ട് ലോങ് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ സ്റ്റിച്ചിൻ്റെ നീളത്തിൽ ചേഞ്ച് ചെയ്യാം. ഞാൻ സാധാരണ ഒരു സ്റ്റിച്ച് തന്നെയാണ് കൊടുക്കുന്നത്. നമുക്കിങ്ങനെ ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിൽ നിന്നൊരു നൂല്, അടിവശത്ത് വരുന്ന നൂലില്ലേ, ഞാൻ അങ്ങനെ ചെയ്യില്ല. അടിവശത്ത് നൂല് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ നമുക്കിങ്ങനെ ഫ്രില്ല് ഇങ്ങനെ ചുരുണ്ട് ഇങ്ങനെ വരും. അങ്ങനെ ഫുള്ള് എടുക്കാം. ഞാൻ ഇവിടെ ഏകദേശം 3 മീറ്റർ മെറ്റീരിയൽ വാങ്ങിയിട്ടുള്ളൂ. നമ്മൾ ഡബിളായിട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 6 മീറ്റർ നെറ്റിൻ്റെ അത്ര പോലെ കിട്ടും കേട്ടോ. അതിന് ശേഷം ഈ അടിവശത്ത് നൂല് പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്രില്ലിട്ട് എടുക്കാം. ഈ നെറ്റ് നമ്മൾ ഇങ്ങനെ ഫ്രില്ലിട്ട് എടുക്കും. മറ്റേ ക്രേപ്പിൻ്റെ ലൈനിങ്ങും അതുപോലെ കോട്ടൻ്റെ ലൈനിങ്ങും നമ്മൾ മറ്റേ മിഷീനിൽ തന്നെ ഫ്രില്ലിട്ടിട്ടാണ് എടുക്കുന്നത്. നമ്മുടെ അരവണ്ണം, അതായത് വേസ്റ്റ് അളവ് വരുന്നില്ലേ, ഫ്രോക്കിൻ്റെ വേസ്റ്റ് അളവ് വരുന്നത് ഫുൾ റൗണ്ട് ഏകദേശം എത്രയാണ് വരുന്നത് ആ ഒരു അളവിൽ വേണം നമ്മൾ ഇതെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം.
കോട്ടൻ്റെ ലൈനിങ്ങിൻ്റെ മീതെ ഞാൻ ഷിഫ്റ്റ് നെറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് കളർ തന്നെയാണ് അടുത്ത്. നമ്മുടെ കോട്ടൻ്റെ ലൈനിങ്ങിൻ്റെ കുറച്ച് താഴ്വശത്തുനിന്നാണ് കേട്ടോ തുടങ്ങുന്നത്. ഫ്രില്ലിട്ടില്ല, അറ്റത്തുനിന്നല്ല, അതിൻ്റെ കുറച്ച് താഴത്തേക്ക് ഒരു 2 ഇഞ്ചോളം താഴത്തേക്ക് വരുന്ന രീതിക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കോട്ടൻ്റെ ലൈനിങ്ങിൻ്റെ അത്ര പോലെ ലെങ്ത്തിൽ നമ്മൾ ഇത് കട്ട് ചെയ്യണതിനേക്കാളും കുറച്ച് ലെങ്ത്ത് കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ വെച്ചിട്ട് ഈ ഫ്രില്ലിട്ടതുപോലെ തന്നെ നമുക്ക് ഫ്രില്ലിട്ടെടുക്കാം. എന്നിട്ട് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. നമുക്ക് ബോഡി പാർട്ടിലേക്ക് നമ്മൾ നേരത്തെ നെറ്റ് ചെയ്തിട്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ വേസ്റ്റ് അളവിൻ്റെ റൗണ്ട് നോക്കുക. ഫുൾ റൗണ്ട് നോക്കിയിട്ട് അതേ അളവിൽ നമുക്ക് നെറ്റും ഇതേ കണക്ക് റൗണ്ട്, അതായത് റൗണ്ട് വരുന്നതിലേക്ക് നീളത്തിൽ വെച്ചിട്ട് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് റൗണ്ടിൽ കിട്ടുമല്ലോ. വേസ്റ്റ് അളവിൻ്റെ അതേ റൗണ്ട് ഇപ്പോൾ എത്രയാണ് വരുന്നത് വെച്ചാൽ അതേപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുമായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. നെറ്റ് ഞാൻ ആദ്യം ജോയിൻ ചെയ്യുന്നത്, അതിന് ശേഷം ഇതേപോലെ തന്നെ കോട്ടൻ്റെ ലൈനിങ്ങും കൈപ്പിൻ്റെ ലൈനിങ്ങും ആദ്യം ഒന്നിച്ച് വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഈ ഡ്രസ്സിലേക്ക് ആദ്യം വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കാണാം. ഈ വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ത്രെഡ് വർക്ക് ചെയ്തതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് ഈ ചാനലിൽ. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്